എവർഗ്രീൻ ഗാനങ്ങളാണ് സിനിമയിലെ മാപ്പിളപ്പാട്ടുകൾ. അതെ, തിരശീല പാട്ട് റൗണ്ടിൽ മത്സരിക്കുവാൻ എത്തുന്നു ക്രിസ്റ്റകല. ഐ വെൽക്കം ഹർ ഓൺ ടു ദി സ്റ്റേജ് ഓഫ് ചുങ്ക ജ്വല്ലറി പട്ടുറുമാൽ. ക്രിസ്റ്റകല സാരിയൊക്കെ ഉടുത്തി വലിയ കുട്ടിയായിട്ട് വന്നിരിക്കുകയാണ് അല്ലേ? എനിക്ക് സാരി ഉടുപ്പിച്ചെന്നത് എന്റെ ഉമ്മയാണ്. അച്ചോടാ, അല്ല അല്ലാന്ന് പറയാണോ പിതയുടെ ഉമ്മ? അല്ലാന്ന് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓഹോഹോ, പിതയുടെ ഉമ്മ അല്ല കേട്ടോ സാരി ഉടുപ്പിച്ചു കൊടുത്തത്. ക്രിസ്റ്റകല, ലാസ്റ്റത്തെ 2 പെർഫോമൻസുകൾ കണ്ടായിരുന്നോ? ഫുൾ ഓൺ മാർക്സുകളാണ്, ദി ബെസ്റ്റ് എപ്പിസോഡ് ആണെന്ന് ഫിറോസ്ക തന്നെ പറഞ്ഞിരുന്നു. എന്തായാലും മാക്സിമം മാർക്സ് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക, ടെൻഷൻ ഒന്നും അടിക്കണ്ട കേട്ടോ. 100 മാർക്സ് എയിം ചെയ്ത് പാടുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. മനസ്സിനുള്ളിൽ മയക്കം കൊള്ളും മണിത്തിറാവേ എണീറ്റാട്ടെ, മനസ്സിനുള്ളിൽ മയക്കം കൊള്ളും മണിത്തിറാവേ എണീറ്റാട്ടെ, മതിരാശി പട്ടണത്തിൽ പോയി വരണം, നീ മടക്കത്തിലൊരുത്തനെ കൊത്തിക്കൊണ്ടു പോരണം, മനസ്സിനുള്ളിൽ മയക്കം കൊള്ളും മണിപ്പിറാവേ എണീറ്റാട്ടെ. കോടൻ മല കേറി കടന്ന് കള്ളവണ്ടി കേറാതെ കരനാലും കടന്ന്, കല്ലടിക്കോടൻ മല കേറി കടന്ന് കള്ളവണ്ടി കേറാതെ കരനാലും കടന്ന്, പുളയുന്ന പൂനിലാവിൻ പുഴ നീന്തി കടന്ന് പൂമാരനെ കൊണ്ട് പോരണം, മനസ്സിനുള്ളിൽ മയക്കം കൊള്ളും മണിപ്പിറാവേ എണീറ്റാട്ടെ. ആര്യനെല്ല് വിളയുന്ന കാലത്ത് കാണാമെന്നോദിയ കള്ളനാണ്, ആര്യനെല്ല് വിളയുന്ന കാലത്ത് കാണാമെന്നോദിയ കള്ളനാണ്, മണിയറ പുതുക്കത്തിൻ മയങ്ങുവാൻ പറഞ്ഞെന്നെ കബളിപ്പിച്ചോടിയ വമ്പനാണ്, മനസ്സിനുള്ളിൽ മയക്കം കൊള്ളും മണിപ്പിറാവേ എണീറ്റാട്ടെ, മതിരാശി പട്ടണത്തിൽ പോയി വരണം, മെയ് മടക്കത്തിലൊരുത്തനെ കൊത്തിക്കൊണ്ടു പോരണം, മനസ്സിനുള്ളിൽ മയക്കം കൊള്ളും മണിപ്പിറാവേ എണീറ്റാട്ടെ. തിരശീല പാട്ട് റൗണ്ട് ഹാപ്പി ആണോ പെർഫോമൻസിൽ? ജഡ്ജസിന് ഇഷ്ടമായോ? നമുക്ക് ചോദിക്കാം. സജിലത്ത, ക്രിസ്റ്റകല സൂപ്പറായിരുന്നു. ക്രിസ്റ്റകലയുടെ സിംഗിങ്ങിന്റെ പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാം ഭയങ്കര ക്ലീൻ ആയിരിക്കും. ഒരു എന്താ പറയുക, സംഗതികളൊന്നും അങ്ങ് തെറിച്ചു പോകാണ്ടും പാടുന്ന സംഗതികളൊക്കെ ക്ലീൻ ആയിട്ട് അങ്ങ് പാടും. സംഗതികൾ മാത്രമല്ല, ടോട്ടലി നോക്കുമ്പോൾ ഭയങ്കര ക്ലീൻ ആയിട്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അത് നല്ലൊരു കാര്യം. പിന്നെ 1-2 സ്ഥലത്താ മറ്റോ കുഞ്ഞു മിസ്റ്റേക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല. അനുപല്ലവിയിലെ പൂനിലാവിൻ പുഴ നീന്തി കിടന്ന് അതൊന്ന് കണക്ട് ചെയ്ത് വരുമ്പോൾ എന്തോ ഒരു ചെറിയൊരു മിസ്സിങ് അവിടെ വന്നു. പക്ഷേ ചരണത്തിൽ അത് ആ പോർഷൻ നല്ല കറക്റ്റായിട്ട് പാടി. അങ്ങനെ 1-2 സ്ഥലങ്ങളിൽ മാത്രം, ബാക്കിയൊക്കെ നോക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിരുന്നു. ഇതുപോലെ കീപ്പ് ചെയ്യാം കേട്ടോ. അത് ബെസ്റ്റ്. താങ്ക് യു സജിലത്ത. ഫിറോസ്ക, ക്രിസ്റ്റകലക്കുട്ടി തകർത്തു, ഗംഭീരമായി പാടി.
മോളിതില് മോളുടെ സ്വന്തമായ എന്തെങ്കിലും പാടിയോ ഭയങ്കര സംഗതികൾ പാടിയോ ഒന്നൊന്നല്ല നോക്കുന്നത്. എന്താണോ ജാനകി അമ്മ രാഘവ മാഷയുടെ ഈണത്തിൽ ഭാസ്കര മാഷയുടെ വരികൾക്ക് പാടി വെച്ചത് അങ്ങനെ പാടി എന്ന് പറയുന്നില്ല. ഇപ്പം ഈ പറഞ്ഞ പോലെ ഹ്യൂമണായ എററുകൾ വരാം അല്ലേ? നമുക്കൊരു മനുഷ്യന് പാടുമ്പോൾ വരുന്ന തൊണ്ടയിൽ വരുന്ന ചെറിയ എററുകൾ അത് മാറ്റി നിർത്തിയാൽ എന്തൊരു ഫീലായിരുന്നു അറിയാം. ജാനകി അമ്മ ഇങ്ങനെ ഓർമ്മിപ്പിച്ചു കേട്ടോ. ജാനകി അമ്മയുടെ ആ നിഷ്കളങ്കമായ സിംഗിങ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫിറോസ് കാ. നജീം കാ. ക്രിസ്റ്റകല, ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു ബെസ്റ്റ് എപ്പിസോഡ് ആയിരിക്കുമെന്ന്. ക്രിസ്റ്റകല കൂടെ വന്നതോടുകൂടി അതിനൊരു പൂർണ്ണത വന്നിരിക്കുകയാണ്. ഇത് ബെസ്റ്റ് എപ്പിസോഡാണ് നമ്മുടെ പട്ടർമാലിൻ്റെ. എന്താണ് എനിക്ക് ഇതുവരെ പാടിയിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഒരു റൗണ്ടാണ് കേട്ടോ ക്രിസ്റ്റകല പാടിയിട്ടുള്ളതിൽ വെച്ച് ഞാൻ കേട്ടിട്ടുള്ളതിൽ. താങ്ക് യു നജീം കാ. യെസ്, പട്രുമാൽ പ്രേക്ഷകർക്ക് ഒരു സ്പെഷ്യൽ എപ്പിസോഡ് ആയിരിക്കും ഇത് എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് എന്തായാലും മാർക്സിലേക്ക് കിടക്കാം. ഓക്കെ സജിലത്ത, ഔട്ട് ഓഫ് 30? Out of 30, 29.5. 29.5. നജീം കാ, ഔട്ട് ഓഫ് 30? ഔട്ട് ഓഫ് 30, 29.5. 29.5. ഫിറോസ് കാ, ഔട്ട് ഓഫ് 40? ഞാൻ ഇതുപോലെ ഒന്ന് പറഞ്ഞു നോക്കട്ടെ. ഔട്ട് ഓഫ് 40, 39.5. 39.5. So in total 98.5. Superb. എന്തായാലും താങ്ക് യു സോ മച്ച് ക്രിസ്റ്റകല. ക്രിസ്റ്റകലയും ഈ എപ്പിസോഡ് ഭയങ്കര സ്പെഷ്യൽ ആക്കി. ഇതുപോലെ പെർഫോമൻസുകൾ ഇനിയും കാഴ്ചവെക്കൂ. താങ്ക് യു സോ മച്ച്.